നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ ചെറിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വളരെ ചെറിയൊരു വീഡിയോ ആണ് എന്ന് പറഞ്ഞു. തൃശൂലത്തിന്റെ മഹാത്മ്യത്തെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. മഹാദേവന്റെ രൂപം മനസ്സിൽ തെളിയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന തൃശൂലവും തെളിഞ്ഞു വരുന്നതാണ്. സ്വയംഭുവായ മഹാദേവന്റെ കയ്യിൽ അദ്ദേഹത്തോടൊപ്പം തന്നെ ആവിർഭവിച്ചതാണ് തൃശൂലം എന്നാണ് നമ്മളുടെ വിശ്വാസം. 3 കൂർത്ത അഗ്രങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആ ശൂലത്തെ തൃശൂലം എന്ന് പറയുന്നത്. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നുള്ളതാണ് 3 കർത്തവ്യങ്ങൾ. അത് 3ഉം ഒന്നിച്ചു ചേരുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് തൃശൂലം എന്നാണ് വിശ്വാസം. തൃശൂലം സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും സംഹാരത്തിന്റെയും പ്രതീകമാണ്. അതേപോലെ തന്നെ ഭൂതം, ഭാവി, വർത്തമാനം എന്നീ ത്രികാലങ്ങളുടെയും പ്രതീകമാണ് എന്നും വിശ്വസിക്കുന്നു. ഈ 2 വിശ്വാസങ്ങളും ഒരേപോലെ പ്രാധാന്യമുള്ളതാണ്. ഈ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ മഹാദേവൻ എന്ന മഹാശക്തി പൂർണ്ണമാകുന്നത് തൃശൂലത്തോടൊപ്പമാണ്. ബ്രഹ്മാവ് ശിവന് നിർമ്മിച്ചു നൽകിയതാണ് തൃശൂലം എന്നും ഒരു വിശ്വാസമുണ്ട്. സൂര്യന്റെ അംശം ചേർത്തുകൊണ്ട് ബ്രഹ്മാവ് ശിവനിലേക്ക് സൂര്യ ചൈതന്യത്തെ നൽകിയതാണ് തൃശൂലം എന്ന് വിശ്വാസമുണ്ട്. തൃശൂലം കൂടാതെ പശുപതിയായിട്ടുള്ള ഭഗവാൻ പരമേശ്വരന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആയുധമാണ് പാശുപതം. പാശുപത അസ്ത്രത്തെ വെല്ലാൻ മറ്റൊരു ആയുധവുമില്ല. ഭഗവാൻ അത് വളരെ അപൂർവമായിട്ടാണ് ഭക്തർക്ക് നൽകിയിട്ടുള്ളത്. തന്നെ ഉപാസിച്ച അർജുനന് പാശുപതാസ്ത്രം നൽകിയ കഥ നിങ്ങൾക്ക് ഏവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കിരാതമൂർത്തിയായിട്ട് പരമശിവനും പാർവതിയും ഒന്നിച്ച് കഠിന തപം ചെയ്ത അർജുനനെ പരീക്ഷിക്കുന്നതും പന്നിയെ അമ്പെയ്യുന്നതുമെല്ലാം കഥകളിലൂടെ നാം കേട്ടിട്ടുണ്ട്. അർജുനനിൽ സംപ്രീതനായിട്ടുള്ള മഹേശ്വരൻ പാശുപതാസ്ത്രം അർജുനന് നൽകുകയുണ്ടായി. ആ പാശുപതാസ്ത്രമാകട്ടെ അർജുനന് പ്രയോഗിക്കേണ്ടി വന്നിട്ടില്ല. പ്രയോഗിച്ചാൽ തന്നെ അത് സർവ്വവിനാശത്തിനും കാരണമാകും. അത് അദ്ദേഹത്തിന് പ്രയോഗിക്കേണ്ടി വന്നില്ല. അർജുനൻ മഹാഭാരത യുദ്ധത്തിൽ പ്രയോഗിക്കാത്ത ഏക ആയുധവും പാശുപതാസ്ത്രം തന്നെയാണ്. പാശുപതാസ്ത്രത്തിന്റെ മന്ത്രം അതീവ വിശേഷപ്പെട്ടതാണ്. മഹേശ്വരന്റെ ഏറ്റവും ശക്തി വൈശേഷ്യങ്ങൾ ആ മന്ത്രത്തിൽ അടങ്ങിയിട്ടുണ്ട്. പാശുപതാസ്ത്ര മന്ത്രം വളരെ അപൂർവം പേർക്കേ അറിയുകയുള്ളൂ. പാശുപതാസ്ത്ര മന്ത്രം ഞാൻ എന്റെ വീഡിയോയിൽ നൽകിയിട്ടുണ്ട്. പാശുപതാസ്ത്ര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യാൻ ശിവക്ഷേത്രത്തിലേക്ക് ഞാൻ വഴിപാടുകൾ എഴുതി നൽകുമ്പോൾ പല ക്ഷേത്രങ്ങളിലെയും പൂജാരിമാർ ഇത്തരം ഒരു മന്ത്രമില്ലെന്ന് പോലും പറഞ്ഞു കളയാറുണ്ട്. നിങ്ങൾക്ക് ആ മന്ത്രം അറിയില്ല എങ്കിൽ ആ മന്ത്രം ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അതിനെ പറയാതിരിക്കുക. അത് നിങ്ങളെ തന്നെ മറ്റുള്ളവർ പഴിക്കുന്നതിന് കാരണമാകും. മന്ത്രം അറിയില്ല എങ്കിൽ എനിക്ക് അറിയില്ല എന്ന് തുറന്നു പറയുക. ഇങ്ങനെ ഒരു മന്ത്രം ഇല്ല എന്നും ഇവിടെ ഈ മന്ത്രം കൊണ്ട് പൂജ ചെയ്യില്ല എന്നും ഒക്കെ പറഞ്ഞ് സ്വയം അപഹാസ്യരാകാതിരിക്കുക എന്ന് ക്ഷേത്രശാന്തിക്കാരോട് ഞാൻ പറയുകയാണ്. ഞാൻ എന്റെ വീഡിയോയിൽ മുൻപൊരിക്കൽ പാശുപതാസ്ത്ര മന്ത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. കാളസർപ്പദോഷത്തിനായിട്ട് ഞാൻ നിരവധി പേർക്ക് പാശുപതാസ്ത്ര മന്ത്രം കൊണ്ട് ധാരയോടൊപ്പം അർച്ചന ചെയ്യാൻ പറയുന്നുണ്ട്. പകുതിയിലധികം ക്ഷേത്രശാന്തിക്കാരും ഈ മന്ത്രം അറിയില്ലെന്നോ അല്ലെങ്കിൽ ഈ മന്ത്രം ഇല്ലെന്നോ ഒക്കെ പറഞ്ഞു കളയാറുണ്ട്. വെറുതെ അപഹാസ്യരാകാതിരിക്കുക. പാശുപതാസ്ത്ര മന്ത്രം എന്റെ ചാനലിൽ തന്നെ ഞാൻ നൽകിയിട്ടുണ്ട്. അത് കേട്ട് പഠിക്കുക. പാശുപതാസ്ത്രത്തെ വെല്ലാൻ മറ്റൊരായുധവും ഈ ഭൂലോകത്തില്ല എന്ന് തന്നെയാണ്. ദൈവപക്ഷത്ത് തന്നെ മറ്റൊരു അസ്ത്രവും അതിനെ കടത്തിവെട്ടുന്ന രീതിയിൽ ഇല്ല. അതേപോലെ തന്നെയാണ് തൃശൂലം ഭഗവാന്റെ സ്വന്തം ആയുധമാണ്. അത് ഭഗവാൻ ഒരിക്കലും മറ്റുള്ളവർക്കായിട്ട് നൽകിയിട്ടില്ല. എന്നാൽ പാശുപതാസ്ത്രത്തെ അർജുനൻ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. പാശുപതാസ്ത്രത്തിന്റെ മഹാത്മ്യം നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഭഗവാന്റെ ഏറ്റവും വിശേഷമായിട്ടുള്ള തൃശൂലത്തിന്റെ മഹിമയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൃശൂലത്തിന്റെ പ്രതിരൂപം നമ്മളുടെ വീട്ടിൽ സൂക്ഷിക്കുന്നതുമൊക്കെ അതിവിശേഷമാണ്. നമുക്കൊരു സംരക്ഷണം നൽകുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.